ഹലോ, നമുക്കിപ്പോൾ ഇന്നൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയതും പോളറോയിഡ്സ് പറ്റിയതും പിന്നെന്താ ഒരു വിൻറ്റേജ് ആൽബമൊക്കെ കൊടുക്കാൻ പറ്റിയ കസ്റ്റമേഴ്സിന് സെല് ചെയ്യാൻ പറ്റിയിട്ട് ഒരു ബോക്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. വിൻറ്റേജ് ടൈപ്പ് ഒരു ബോക്സ്. അതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക, റെഡിമെയ്ഡ് വാങ്ങിക്കാതെ എങ്ങനെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിന് ഫസ്റ്റായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു ബ്രൗൺ ഷീറ്റാണ്, ക്രാഫ്റ്റ് ഷീറ്റ് എന്നൊക്കെ ഇതിനെ പറയും. ഇത് അത്യാവശ്യം നല്ല വലിയ ഷീറ്റാണ്. അതിന് എനിക്ക് വരും 12 രൂപയാണ് ആയിട്ടുള്ളൂ. പിന്നെ നമുക്കൊരു കോമ്പസും സ്കെയിലും സിസേഴ്സും ഇതേപോലത്തുള്ള ഗ്ലൂവിൻ്റെ സ്റ്റിക്കും വേണം. അപ്പോൾ ഞാനിതിന്ന് ചെറിയൊരു പോർഷൻ മാത്രം എടുത്തിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് അത്യാവശ്യം ആ ഒരു ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ ചെറിയ പീസ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ബോക്സ് ആക്കാൻ പോണത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് ആ ബോക്സ് ആക്കാൻ നോക്കാം. ഫസ്റ്റ് ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ 4 സൈഡും ആ ഒരു കോമ്പസ് വെച്ച് വരഞ്ഞു കൊടുക്കുക. എന്നാലാണ് നമുക്ക് പെർഫെക്റ്റ്ലി മടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലപോലെ വരച്ച് കൊടുക്കാം. കണ്ടോ, ഇതിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല രീതിയിൽ അതായിട്ടുണ്ട്. ഇതാണ്ടോ, ഇതേപോലെ ഇങ്ങനെ വരഞ്ഞു വരും. അത് കീറിയിട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് വരക്കുകയാണെങ്കിൽ, ഇപ്പോൾ കട്ടർ വെച്ചൊക്കെ വരക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് കീറിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കോമ്പസ് വെച്ച് ഇതേപോലെ ഒന്ന് ഒരതി കൊടുക്കുക. അന്ന് 4 സൈഡും അങ്ങനെ ഒരതി കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. കണ്ടോ, അത് ഇനിയിപ്പോൾ നടുക്കം നമ്മൾ മടക്കണ ആ ഒരു പോർഷനും കൂടി നമ്മൾ ഇതേപോലെ മടക്കി വെച്ച് കൊടുക്കുക. അതേപോലെ ആ കോമ്പസ് വെച്ച് വരച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾ 4 സൈഡിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകണം. ആദ്യം മിഡിൽ സൈഡിൽ ആ പോർഷൻ ഉണ്ടല്ലോ, അവിടെ സ്ക്വയർ ടൈപ്പിൽ വന്നിട്ടുണ്ടാവും, നമ്മൾ വരച്ചിട്ടുണ്ട്. ആ ഒരു സ്ഥലത്ത് നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാത്തിനും സൈഡ് പോർഷൻ, മേൽഭാഗമല്ല സൈഡ് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്ക് അതിനെ മടക്കിയിട്ട് ബോക്സ് പോലെ ആക്കാനുള്ളതാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ കാണിച്ചു തന്ന പോലെ. അപ്പോൾ എല്ലാത്തിനും അടക്കുന്നതിൻ്റെയും താഴെയുള്ള പോർഷൻ്റെയും സൈഡ് ഭാഗവും മറ്റേതിന് ആ ഒരു നടുക്കുള്ള പോർഷൻ്റെ 2 ഭാഗമാണ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഗ്ലൂ തേച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നോർമലുള്ള ഫെവിക്വിക്കിനേക്കാളും ഈ ഒരു സ്റ്റിക്ക് ആകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. നല്ല രീതിയിൽ സ്റ്റിക്ക് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വലിയ പെർഫെക്റ്റ്ലി അല്ല ഞാൻ കാണിച്ചു തരുന്നത്, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാണ്. ചിലപ്പോൾ ഇതൊക്കെ മിക്കവർക്കും അറിയുന്നതായിരിക്കും. ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. എന്തോ ഈ ഒരു ടൈമിൽ ഒട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ മര്യാദക്ക്. അപ്പോൾ നല്ലപോലെ ഒട്ടിച്ച് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ അത് മടക്കണ രീതിയിലായിട്ടുണ്ട്. ഇനി താഴത്തെ പോർഷനും കൂടി നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ലെങ്ത്ത് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് മിനി ഫ്രെയിമോ ആൽബംസോ എന്ത് വേണമെങ്കിലും പോളറോയിഡ്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് സെല് ചെയ്യാം. കാണുമ്പോൾ ഒരു നല്ല ലുക്കും തോന്നും. വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.